എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമുക്കിന്ന് സ്കൂളിൽ പോകണ്ട. അതുകൊണ്ട് നമ്മളിന്ന് ഉച്ച ഭക്ഷണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ അമ്മ കൃഷി ചെയ്ത വഴുതനങ്ങ നമ്മൾ കറി വെച്ചിട്ട് ഉച്ചഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വഴുതനങ്ങ അരിയുന്നതും കറി വെക്കുന്നതും എല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാമേ. വഴുതനങ്ങ തോട്ടത്തിലെത്തി നമ്മൾ 2 ഉണ്ടോ, പിന്നെ അങ്ങോട്ടും ഉണ്ട് 3 4 വഴുതനങ്ങയാണ്. എത്രണ്ണം പറിക്കണം? അപ്പൊ നമുക്ക് 2 വഴുതനങ്ങ പറിക്കാം. ഒന്ന് പൊന്നു പറയും, ഒന്ന് ഞാൻ പറയില്ല. എനിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലതേ. പെട്ടെന്ന് ചെയ്യടി, അങ്ങോട്ടൊന്നുമില്ല നടക്കും. അയ്യോ ഇതാ തന്നാണ് എന്താ നിക്കൊരുങ്ങി അതൊക്കെ പറ്റുന്നില്ല. ഒടുവിൽ വിജയിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്റെ വഴുതനങ്ങ ഫ്രണ്ട്സ്, ഞാനും വഴുതനങ്ങ വെച്ചിട്ടുണ്ട്. ഇതാണ് എന്റെ വഴുതനങ്ങ. നമുക്ക് ഇനി ഇത് കറി വെക്കാനായിട്ട് വീട്ടിലാണോ അമ്മ? നമുക്ക് വീട്ടിൽ വെക്കാം. അതിനകത്ത് കണ്ടോ, നമുക്കൊരു മുളകും കൂടെ പറിക്കാൻ ഗ്യാസ്. കുറച്ചിട്ട് പറിച്ചിട്ട് ഒരു 3 മുളക്, 4 മുളക്, 5 മുളക്, 6 മുളക്, 7 മുളക്. 7 മുളക് പറിച്ചിട്ടുണ്ട്. പൊന്നു 7 മുളക് പറിച്ചിട്ടുണ്ട് അല്ലേ പൊന്നു? അപ്പൊ ഒരു ഹായ് പറയില്ല അവർക്ക്? എന്നെ കാണരുത് ഗോരി, പ്ലീസ് ഗോരി, എന്നെ കാണരുത്. എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ ഇവിടെ കുട്ടന്മാരായിട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇത് കാണിക്കുവരി വലുതല്ലേ? അതെ അതെ, നല്ല വലിയ ഒരു പുഴ പോലും ഇല്ല. കടയിൽ നിന്ന് മേടിക്കുന്നതിൽ നല്ല പുഴുവാണ്, വീട്ടിലുണ്ടാക്കുന്നതിൽ കുറച്ച് നല്ല ഇത്. നമ്മളിതെല്ലാം ഇങ്ങനെ കണ്ടിച്ചിടുകയാണ്. നമ്മുടെ പൊന്നുകുട്ടിയാണെങ്കിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ് മരത്തിൻ്റെ വണ്ടിയിൽ. ഇത് നമ്മുടെ മാങ്ങ മരവും ചാമ്പയ്ക്ക മരവും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്, അതുകൊണ്ട് കാണാൻ പറ്റില്ല. പൊന്നുവായി അത് നമുക്ക് നിന്നെയല്ലേ കാണിക്കണമെന്ന് പറഞ്ഞ ചാമ്പയ്ക്ക പിടിച്ചില്ല. അത് ഒന്നുപോലും പിടിച്ചില്ല. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ വഴുതനക്കുട്ടൻ്റെ അടുത്ത് നോക്കിയിട്ട് വരാം. ഇവിടെ എല്ലാ വഴുതനക്കുട്ടന്മാരും നല്ലപോലെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിത് വെള്ളത്തിലിടാം അല്ലേ, അപ്പൊ അതിന്റെ കറയൊക്കെ വിഴുക്കിൻ്റെ അകത്ത് ഇടാനുള്ള സവാള നമുക്ക് നല്ലപോലെ റെഡിയാക്കി എടുക്കാം. കഴുകിയെടുക്കുക. നമുക്ക് നമ്മുടെ സവാള ഇവിടെ ഇതാക്കിട്ട് ഇങ്ങനെ അരിഞ്ഞിടാം. സവാള അരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വഴുതനങ്ങ എല്ലാം കൂടെ കഴുകി ഇതിനകത്തോട്ട് വെക്കാം. ചട്ടി എല്ലാം ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് നല്ല പൊട്ടി വരുന്നുണ്ട്.
എന്നിട്ട് സവാള, പച്ചമുളക് ഇതുകൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതാണ് കറിവേപ്പില. എല്ലാം കൂടെ വഴറ്റിയെടുക്കണം. ഉപ്പിട്ടില്ല, ഉപ്പൂടെ ഇടാം. വഴുതനയുടെ ഒക്കെ കളറ് മാറി വരുന്നുണ്ട്. അമ്മ ഇത് റെഡി ആവാറായാ? കുറച്ച് നേരം കൂടെ കിടക്കണം. നല്ല ടേസ്റ്റ് കഴിക്കാൻ കൊതിയാ. റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാനകത്ത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇപ്പം എൻ്റെ കളർ വ്യത്യാസമുണ്ട്. ഇപ്പം നല്ല ഭംഗിയായില്ലേ? നല്ല മനോഹരം. നല്ല ടേസ്റ്റുമാണ്. നമ്മളെ വീട്ടിൽ പിടിച്ചതല്ലേ. വഴുതനങ്ങ കൂട്ടാൻ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറ്. അപ്പൊ നമ്മുടെ വഴുതനങ്ങ വിഴുക്കും ചോറും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കു പറഞ്ഞു. സൂപ്പർ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. നല്ല ടേസ്റ്റും നല്ല കറക്റ്റ് ഉപ്പും. അമ്മയ്ക്കും കൂടെ നമ്മൾ കൊടുക്കുകയാണ്. പൊന്നുമാണ് കൊടുത്തത്. അമ്മ ഞാനും കൂടെ തരുന്ന വാങ്ങും. അമ്മയ്ക്ക് ഞാനും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തോടുകൂടി നമ്മുടെ വീഡിയോ നമ്മള് സോയാബീൻ കറി വീഡിയോ ഉണ്ട്. എല്ലാരും കാണണം കേട്ടോ. നമ്മൾ നാളെ ഇനി സോയാബീൻ വെക്കുന്ന സ്പെഷ്യൽ ഒരു റോസ്റ്റ് വെക്കുന്ന വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. ബൈ ബൈ.